നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. മതവുമായി കൂട്ടിക്കെട്ടി വർഗീയത ഇളക്കിവിടുന്നു, പിന്നിൽ കോൺഗ്രസ് CPM പാർട്ടികളെന്ന് CK പത്മനാഭൻ. നിയമ ഭേദഗതിക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി BJP. കെ സുധാകരന്റെ ഓഫീസിലേക്ക് മാർച്ച്. ജില്ലാ ആശുപത്രിയിൽ നടക്കുന്നത് തീവെട്ടിക്കൊള്ളയെന്ന് T ജയകൃഷ്ണൻ. ഇത്തവണത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഇതിനുദാഹരണം. ജില്ലാ പഞ്ചായത്ത് നടത്തുന്നത് പകൽക്കൊള്ള, സർവ്വ പദ്ധതികളിലും ദുരൂഹതയെന്നും T ജയകൃഷ്ണൻ. മട്ടന്നൂർ ഉളിയിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം, നിരവധി പേർക്ക് പരിക്ക്. ഡ്രൈവർ ക്യാബിനിൽ കുടുങ്ങി. പരിക്കേറ്റവർ കണ്ണൂർ ആസ്റ്റമിൻസിൽ ചികിത്സയിൽ. വിശദമായ വാർത്തകളിലേക്ക്. മതവുമായി കൂട്ടിക്കെട്ടി വർഗീയതയെ ഇളക്കിവിടുകയാണ് കോൺഗ്രസും CPMും ചെയ്യുന്നതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ. ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നിലകൊള്ളുന്ന LDF UDF MPമാർക്കെതിരെയുള്ള BJP പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കണ്ണൂർ MP കെ സുധാകരന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വഖഫ് സ്വത്തുക്കൾ ചില മുസ്ലിം പുരോഹിതന്മാരുടെ കൈകളിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവരുടെ താൽപര്യങ്ങൾക്കനുസരിച്ചാണ് വഖഫ് സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. പൗരോഹിത്യത്തിന്റെ ചെരുപ്പ് നക്കി നടക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കളാണ് ബില്ലിനെ എതിർക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങളായി സാധാരണക്കാരായ മുസ്ലിം മതവിശ്വാസികളടക്കം നമുക്ക് സമൂഹം ആഗ്രഹിക്കുന്ന ഒരു ബില്ല്, വഖഫ് നിയമ ഭേദഗതി ബില്ല്, വളരെ സുദീർഘമായ ചർച്ചകൾക്ക് ശേഷം ഈ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ നിയമമന്ത്രി ശ്രീ കിരൺ റിജിജു അത് അവതരിപ്പിക്കും. 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ച ആ ബില്ലിനെ സംബന്ധിച്ച് പാർലമെന്റിൽ നടക്കും. ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെ പ്രസംഗത്തോടുകൂടി അത് പരിസമാപിക്കുകയാണ്. വളരെയധികം അനാവശ്യമായ വിവാദങ്ങൾ ഈ വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ അധ്യക്ഷനായി. BJP ജില്ലാ സെക്രട്ടറി TC മനോജ് സ്വാഗതം പറഞ്ഞു. സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി, ദേശീയ സമിതി അംഗം C രഘുനാഥ്, UT ജയന്തൻ, C നാരായണൻ, AP ഗംഗാധരൻ, അരുൺ കൈതപ്രം തുടങ്ങിയവർ സംസാരിച്ചു. കുറ്റ്യാട്ടൂർ വെള്ളുവയൽ ജൈവഭൂമിക ജൈവ കർഷക സമിതി, കുറ്റ്യാട്ടൂർ കൃഷിഭവൻ, കൃഷി വിജ്ഞാന കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ 6 ഏക്കറിൽ വെള്ളുവയലിൽ നടത്തിയ എള്ള് കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP റെജി ഉദ്ഘാടനം ചെയ്തു. കർഷകരെ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ജൈവഭൂമിക കാർഷിക കൂട്ടം എന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ കൃഷി കുറച്ച് വർഷങ്ങളായി ഇവർ നടത്തി വരികയാണ്. ഒന്നാം വിള കൃഷി എന്നുള്ള രീതിയിൽ നമ്മൾ നെൽകൃഷിയായിരുന്നു ഇവർ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത്. രണ്ടാം വിളയായിട്ടാണ് നമുക്കറിയാം ഈ എള്ള് കൃഷി എടുത്തിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ പ്രദേശത്ത് ഉൾപ്പെടെ എള്ള് കൃഷി നല്ല രീതിയിൽ നടക്കുന്നതാണ്. ഇപ്പോൾ ഇത് അന്യം നിന്ന് പോയി എന്ന് തന്നെ പറയാം. കാണാനില്ലാതെ വരുന്നൊരു സ്ഥിതിയിലേക്ക് മാറിയ ഒരു ഇതിലാണ് നമ്മൾ ഈ ജൈവ കാർഷിക ഭൂമി ഈ കൃഷി ഏറ്റെടുത്തത്. നല്ല രീതിയിൽ അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം എള്ളിനെ പറ്റിയുള്ള ഗുണങ്ങളൊക്കെ ഇവിടെ ഹരിദാസൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അവർ മനസ്സിലാക്കാണ്ട് പോകുന്നതുകൊണ്ടാണ് പുതുതലമുറ ഒന്ന് കൃഷിയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഒരു 2030 ആകുമ്പോഴത്തേക്കും നമ്മളൊരു ജൈവ കാർഷിക സംസ്ഥാനമാക്കി മാറ്റിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിനെയൊക്കെ പോഷക സമൃദ്ധി പഞ്ചായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ തന്നെ ഏതാണ്ട് 5-6 പഞ്ചായത്തേ ഉള്ളല്ലേ. 5-6 പഞ്ചായത്തിലാണ്. സംസ്ഥാനത്ത് 107 പഞ്ചായത്തുകളെ തിരഞ്ഞെടുത്ത ഒരു പഞ്ചായത്താണ് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കൃഷി, ജൈവ മേഖലയിൽ നല്ല രീതിയിലുള്ള കൃഷികൾ നടത്താൻ സാധിക്കണം. അതുപോലെ ജൈവവള യൂണിറ്റ് ഇവർ ചെറുതായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ആ ജൈവവള യൂണിറ്റ് നമുക്ക് നല്ല രീതിയിൽ കർഷകർക്ക് ജൈവവളം കൊടുക്കുന്ന ഒരു കമ്പനിയാക്കി മാറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് മെമ്പർ K ശമന അധ്യക്ഷത വഹിച്ചു. ജൈവഭൂമിക സെക്രട്ടറി KV ഹരിദാസൻ സ്വാഗതം പറഞ്ഞു. കൃഷി വിജ്ഞാന കേന്ദ്രം പന്നിയൂരിലെ ഡോക്ടർ A പാർവതി, ജൈവ കർഷക സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് M സുകുമാരന് നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു. കൃഷി ഓഫീസർ AK സുരേഷ് ബാബു, മയിൽ റൈസ് പ്രൊഡക്ഷൻ കമ്പനി ഡയറക്ടർ TK ബാലകൃഷ്ണൻ, കേരള ജൈവ കർഷക സമിതി സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് വിശാലാക്ഷൻ മാസ്റ്റർ, കുറ്റ്യാട്ടൂർ ജൈവഭൂമിക ട്രഷറർ മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു.
കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റി ഏപ്രിൽ 3-ന് നായനാർ അക്കാദമിയിൽ ലീഡേഴ്സ് മീറ്റും വിവിധ ധനസഹായ പദ്ധതികളുടെ വിതരണവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ 10 പേർക്കുള്ള വ്യാപാരി മിത്ര മരണാനന്തര സഹായം 50 ലക്ഷം രൂപ സംസ്ഥാന പ്രസിഡന്റ് വിതരണം ചെയ്യും. നാളെ ഏപ്രിൽ 3-ാം തീയതി കണ്ണൂർ നായനാർ അക്കാദമിയിൽ വെച്ച് വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ജില്ലയിലെ 291 യൂണിറ്റുകളിലെയും യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റുമാരും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ലീഡേഴ്സ് മീറ്റ് നടക്കുന്നുണ്ട്. പ്രധാനമായും കഴിഞ്ഞ 2 വർഷത്തിലും മേലെയായി ജില്ലയിലെ വ്യാപാരി വ്യവസായി സമിതി അംഗങ്ങളെ ചേർത്തുകൊണ്ട് വ്യാപാരി മിത്ര എന്നുള്ള ഒരു സ്വാന്തന പദ്ധതി നമ്മുടെ ജില്ലയിൽ ആരംഭിച്ചിട്ട് അതിൻ്റെ ഭാഗമായി 211 കുടുംബങ്ങൾക്ക് ഈ കാലയളവിൽ നമുക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. കൂടാതെ ആശുപത്രി കണ്ണൂരും മംഗലാപുരത്തുമുള്ള പ്രധാന ആശുപത്രികളിലുള്ള ചികിത്സാ ഇളവുകൾ, മരണാനന്തര സഹായം, മറ്റ് ചികിത്സകൾ, ക്യാൻസർ പേഷ്യൻ്റ്, ബൈപ്പാസ് ഓപ്പറേഷൻ വേണ്ടി വരുന്ന ആളുകൾ, ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് പ്രതിമാസ പെൻഷൻ തുടങ്ങി നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങളും ഈ വ്യാപാരി മിത്ര പദ്ധതി വഴി നമ്മൾ നടത്തി വരുന്നുണ്ട്. അതിൻ്റെ 10 പേർക്കുള്ള 50 ലക്ഷം 5 ലക്ഷം രൂപ വെച്ച് 10 പേർക്കുള്ള 50 ലക്ഷം രൂപ ഈ ചടങ്ങിൽ വെച്ച് നൽകുകയാണ്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്യുകയും VKC തന്നെ ഈ 50 ലക്ഷം രൂപ കൈമാറുന്ന ചടങ്ങുകൂടി നടക്കുകയാണ്. പ്രകൃതി ദുരന്തം മൂലമോ മറ്റു അപ്രതീക്ഷിതമായി വ്യാപാര സ്ഥാപനങ്ങൾക്കോ കെട്ടിടങ്ങൾക്കോ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കിരയാവുന്ന വ്യാപാരികളെ സഹായിക്കാൻ ആരംഭിക്കുന്ന വ്യാപാരി സാന്ത്വന ട്രസ്റ്റിന്റെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി ES ബിജു നിർവഹിക്കും. കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ 2 വ്യാപാരി മിത്ര അംഗങ്ങൾക്ക് 2 ലക്ഷം രൂപ സംസ്ഥാന ട്രഷറർ V ഗോപിനാഥനും വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി PM സുഗുണൻ, ജില്ലാ പ്രസിഡന്റ് P വിജയൻ, ജില്ലാ ട്രഷറർ MA ഹമീദ് ഹാജി, പ്രമോദ് B തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ആറ്റടപ്പ നമ്പർ 2 LP സ്കൂൾ 122ാം വാർഷികം വിവിധ പരിപാടികളോടെ നടന്നു. സിനിമാ സീരിയൽ താരം അനിലേഷ് ആഷ ഉദ്ഘാടനം ചെയ്തു. 34 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന മുൻ പ്രഥമാധ്യാപകൻ PV അനിൽകുമാറിനും മറ്റ് മേഖലകളിലുള്ളവർക്കും ആദരവും അനുമോദനവും നടന്നു. ലക്ഷ്യമെന്നത് സിനിമയായിരുന്നു, കലാപ്രവർത്തനമായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ കലാപ്രവർത്തനത്തിൽ വളരെ സജീവമാൻ സാധിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊക്കെ എല്ലാവരും നമ്മുടെ വേദിയിലിരിക്കുന്ന എല്ലാവരും ഒട്ടുമിക്കവരും, അതുപോലെ തന്നെ സദസ്സിലിരിക്കുന്ന ഒട്ടുമിക്കവരും ഇത്തരത്തിലുള്ള നാടിൻ്റെ മണമുള്ള ചെറിയ ഗ്രാമത്തിലുള്ള സ്കൂളിലൊക്കെ പഠിച്ചവരാണ്. എനിക്ക് തോന്നുന്നില്ല ആരും നമ്മൾ വലിയ ശീതീകരിച്ച റൂമിലിരുന്ന് വീട്ടിൽ നിന്ന് നേരെ സ്കൂളിലേക്ക് പോയി, വാനിലേക്ക് കയറി, വാനിൽ നിന്ന് സ്കൂളിലേക്ക് പോയി, സ്കൂളിൽ നിന്ന് വീണ്ടും വാന്, പിന്നീട് വീട്ടിലേക്ക്, അങ്ങനെയുള്ള സ്കൂളിൽ പഠിച്ച ആരും കൂടുതൽ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും നമ്മൾ മഴ കൊണ്ടും നനഞ്ഞുകൊണ്ടും, മഴ നനഞ്ഞുകൊണ്ടും, കൊട പിടിച്ചുകൊണ്ടും, മണ്ണിൽ ചെടിയിലൊക്കെ കളിച്ചുകൊണ്ട് സ്കൂളിലൊക്കെ പോയിട്ടുള്ള അനുഭവ സമ്പത്തുള്ള ആൾക്കാരാണ് നമ്മൾ കൂടുതൽ ഇന്ന് ഇവിടെ ഇരിക്കുന്നവരിൽ. മലയാള പുരസ്കാര ജേതാവ് ജനു ആഴ്ചങ്കണ്ടിയെ ആദരിക്കുകയും പൂർവ്വ വിദ്യാർത്ഥികളായ സംസ്ഥാന കലോത്സവ ശാസ്ത്രോത്സവ വിജയികളായ സാധിക K സുരേഷ്, PV നികിത്, ഗോൾഡൻ RO വിജയികളായ PV നിഹാരിക, KP ധ്രുവ എന്നിവരെ അനുമോദിക്കുകയും ചെയ്തു. PTA പ്രസിഡന്റ് KP അജിലേഷ് അധ്യക്ഷനായി. കോർപ്പറേഷൻ കൗൺസിലർ V ബാലകൃഷ്ണൻ സമ്മാനദാനവും KV ജയരാജ് എൻഡോമെന്റ് വിതരണവും P അനശ്വര റിപ്പോർട്ട് അവതരണവും നടത്തി. ഹെഡ് മിസ്ട്രസ് VV സ്മിത, MK അങ്കുരാജൻ, PV നീതു, KV ജിജീഷ്, PV നീലിമ, C ബിഗേഷ്, PV ഇന്ദു എന്നിവർ സംസാരിച്ചു. രാജേഷ് ചാലയുടെ അച്ഛൻ എന്ന ഏകപാത്ര നാടകം, നൃത്തസന്ധ്യ എന്നിവയുമുണ്ടായി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി വാർത്തയിലൊരു ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. മതവുമായി കൂട്ടിക്കെട്ടി വർഗീയത ഇളക്കിവിടുന്നു, പിന്നിൽ കോൺഗ്രസ് CPM പാർട്ടികളെന്ന് CK പത്മനാഭൻ. നിയമ ഭേദഗതിക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി BJP. K സുധാകരന്റെ ഓഫീസിലേക്ക് മാർച്ച്.
ജില്ലാ ആശുപത്രിയിൽ നടക്കുന്നത് തീവെട്ടിക്കൊള്ളയെന്ന് ടി ജയകൃഷ്ണൻ. ഇത്തവണത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഇതിനുദാഹരണം. ജില്ലാ പഞ്ചായത്ത് നടത്തുന്നത് പകൽ കൊള്ള, സർവ്വ പദ്ധതികളിലും ദുരൂഹതയെന്നും ടി ജയകൃഷ്ണൻ. മട്ടന്നൂർ ഉളിയിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. നിരവധി പേർക്ക് പരിക്ക്. ഡ്രൈവർ ക്യാബിനിൽ കുടുങ്ങി. പരിക്കേറ്റവർ കണ്ണൂർ ആസ്റ്റമിൻസിൽ ചികിത്സയിൽ. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ തീവെട്ടിക്കൊള്ളയെന്ന് DCC ജനറൽ സെക്രട്ടറി ടി ജയകൃഷ്ണൻ. 1/5/2019 മുതൽ 31/3/2024 വരെയുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ച് സമർപ്പിക്കപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടിൽ കോടികളുടെ തീവെട്ടിക്കൊള്ളയുടെ വിവരങ്ങളാണ് പുറത്തുവന്നിട്ടുള്ളതെന്നും ഇതിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും ടി ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതി വിരുദ്ധ പോരാളികളെന്ന് അവകാശപ്പെടുന്ന ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പകൽ കൊള്ളയുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഓഡിറ്റ് റിപ്പോർട്ടിന്മേൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാവണം. ജില്ലാ ആശുപത്രിയിൽ ആർദ്രം മിഷൻ പ്രകാരം സ്ഥാപിച്ച CT സ്കാൻ, അൾട്രാസൌണ്ട് സംവിധാനങ്ങളും 2 റേഡിയോളജിസ്റ്റുമാരും ഉണ്ടായിരുന്നിട്ടും ക്ലൗഡെക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് ബോഡി സ്കാനിംഗ് ഒന്നിന് 375 രൂപ പ്രകാരവും സ്വകാര്യ റേഡിയോളജിസ്റ്റിന്റെ ഫീസും ഉൾപ്പെടെ രോഗികളിൽ നിന്നും പിരിച്ചെടുത്തത് ആശുപത്രി നൽകിയിട്ടുള്ളത് 69.06 ലക്ഷം രൂപയാണ്. ജില്ലാ ആശുപത്രി ക്ലൗഡെക്സുമായി ഇക്കാര്യത്തിലുണ്ടാക്കിയ കരാറിന്റെ വിവരം ദുരൂഹമാണ്. ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ആ ഹോസ്പിറ്റലിലെ 2019 മുതൽ 2024 വരെയുള്ള പ്രവർത്തനം പരിശോധിച്ച് സമർപ്പിക്കപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടാണ് നിങ്ങളുടെ കൈവശമുള്ളത്. ആ റിപ്പോർട്ടിൽ കോടിക്കണക്കിന് ഉറുപ്പികയുടെ കൊള്ളയാണ് ആ റിപ്പോർട്ടിൽ തന്നെ പരാമർശിച്ചുകൊണ്ട് പുറത്തിറങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, ജില്ലാ ആസ്പത്രി എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാണ് ജില്ലാ ആസ്പത്രി. അതിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, അതുപോലെ തന്നെ PMR പദ്ധതി, പ്രൈം മിനിസ്റ്റർ യോജന പദ്ധതി, ഈ പദ്ധതിയിലെല്ലാം സാധാരണക്കാർക്ക് ചികിത്സാ സൗകര്യവുമായി ആസ്പത്രിയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സൗജന്യമായി നൽകേണ്ട ചികിത്സാ രീതികളാണ് സർക്കാർ അനുബന്ധിച്ചിട്ടുള്ളത്. ആ ഇനത്തിൽ 23.87 ലക്ഷമാണ് അപേക്ഷ സമർപ്പിച്ച രോഗികളുടെ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മടക്കിയത്. ഒന്ന്. രണ്ടാമത് മടക്കിയ കാരണം കാണിച്ചത് 31.2 ലക്ഷം രൂപ, അതുപോലെ തന്നെ 10.47 ലക്ഷം. ടോട്ടൽ സർക്കാർ വിവിധ പദ്ധതികളിൽ രോഗികൾക്ക് സൗജന്യമായി ലഭിക്കേണ്ടുന്ന തുക 71.12 ലക്ഷം രൂപ ജില്ലാ ആസ്പത്രിയിലെ നടപടിക്രമങ്ങളിലെ പാളിച്ച വഴി സാധാരണക്കാരന് അർഹതപ്പെട്ട ചികിത്സാ സഹായമാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം മൂലം അവിടെ തടയപ്പെട്ടതും നഷ്ടപ്പെട്ടതും. അതുപോലെ തന്നെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഓക്സിജൻ ജനറേഷൻ പ്ലാന്റ്, അത് കമ്മീഷൻ ചെയ്ത് 1 വർഷം വരെ വേറെ വാറണ്ടി ഉണ്ടായിട്ടും ജനുവരി 14 അത് തകരാറായിട്ട് അത് നന്നാക്കാനോ ആ വാറണ്ടി പുനഃപരിശോധിക്കാനോ തയ്യാറായിട്ടില്ല. അതിൽ 22 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് നൽകിയിട്ടുള്ളത് ആ ഓക്സിജൻ പ്ലാന്റിന്. അത് ആ 22 ലക്ഷം രൂപയ്ക്ക് പുറമെ ഭാരത് പെട്രോളിയം കൊടുത്തത് 70 ലക്ഷം രൂപ. ടോട്ടൽ 92 ലക്ഷം രൂപയാണ് ആ ഓക്സിജൻ പ്ലാന്റ് നന്നാക്കാതെ 1 വർഷം കൊണ്ട്
തകർന്നുകൊണ്ട് മഴയും വെയിലും കൊണ്ട് അതിനെ പുറത്ത് കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ. ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച കോയമ്പത്തൂരിലുള്ള സുമിക്സ് ഹൈഡ്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് 2021 ഒക്ടോബർ 8 സ്ഥാപിച്ച PSA ഓക്സിജൻ ജനറേഷൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്ത് ഒരു വർഷക്കാലം വരെ വാറന്റി ഉണ്ടായിരുന്നിട്ടും 2022 ജനുവരി 14 തകരാറിലായിട്ടും അത് നന്നാക്കാൻ ശ്രമിക്കാതിരുന്നത് ദുരൂഹമാണ്. ഇത് കൃത്യമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ആനുവൽ മെയിന്റനൻസ് കരാറും ഉണ്ടാക്കിയിട്ടില്ല. ഇത് കാരണം ഈ പ്ലാന്റ് 2 വർഷത്തോളമായി പ്രവർത്തിക്കുന്നുമില്ല. ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും 22 ലക്ഷം രൂപ ചിലവഴിച്ചാണ് സംവിധാനം ഒരുക്കിയത്. 92 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റിലെ കംപ്രസർ പ്രവർത്തിക്കാത്തത് കാരണം ജില്ലാ ആശുപത്രി ബാൽക്കോ എയർ പ്രൊഡക്ട്സിൽ നിന്നും 517 ദിവസം കൊണ്ട് വാങ്ങിയത് 51.20 ലക്ഷം രൂപയ്ക്കുള്ള ഓക്സിജൻ സിലിണ്ടറുകളാണ്. 92 ലക്ഷം ചെലവഴിച്ച് നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റ് തകരാറിലായിട്ടും വാറന്റി കാലാവധി ഉണ്ടായിട്ടും ഇത് നന്നാക്കാൻ ശ്രമിക്കാതിരുന്നതും ദുരൂഹമാണെന്നും ജയകൃഷ്ണൻ പറഞ്ഞു. ചിറക്കൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിഹാസ് അത്തായക്കുന്നും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കീഴ്ന്ന സെൻട്രൽ LP സ്കൂൾ ശതവാർഷികം ശതപൂർണിമ എന്ന പേരിൽ വിവിധ പരിപാടികളോടെ നടത്തി. പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും ചേർന്ന് ശതദീപം തെളിയിച്ചു. സാംസ്കാരിക സദസ്സ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ബാലതാരം ആൽവിൻ മുകുന്ദ് വിശിഷ്ടാതിഥിയായി. നമ്മുടെ ശതപൂർണിമ കീഴ്ന്ന സെൻട്രൽ LP സ്കൂളിൻ്റെ ശതാബ്ദ്യാഘോഷത്തിൻ്റെ ശതജ്വാല ഇത് കാണാനും കേൾക്കാനും വിജയിപ്പിക്കാനും എത്തിച്ചേർന്ന് നിങ്ങളെവരെയും ഞാൻ അഭിവാദനം ചെയ്തുകൊണ്ട് ഇവിടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് നിക്ഷിപ്തമായത്. ഏറെ വൈകിയാണെങ്കിലും ആ ചടങ്ങ് രേഖപ്പെടുത്തുകയും പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് ഈ സാംസ്കാരിക സദസ്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളെവരുടെയും അനുവാദത്തോടെ, അനുഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ഔപചാരികമായി നിർവഹിച്ചതായി സ്നേഹാദരപരിസരം, സന്തോഷപരിസരം ഞങ്ങളെ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം തന്നെ ആയുരാരോഗ്യം, സന്തോഷം, സംതൃപ്തി, ഐശ്വര്യം നിറഞ്ഞ ഒരു വിദ്യാർത്ഥി ജീവിതം, കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. നമസ്കാരം. അംഗനവാടി ഫെസ്റ്റ്, കലാകായികമേള, അനുമോദനം, ആദരവ്, എൻഡോമെന്റ് വിതരണം, സമ്മാനദാനം, സാംസ്കാരിക സദസ്സ്, നടനസന്ധ്യ, കരോക്കെ ഗാനമേള, രാജേഷ് ചാല അവതരിപ്പിച്ച അച്ഛൻ ഏകപാത്ര നാടകം എന്നിവയുമുണ്ടായി. പ്രമുഖ ശില്പി CT പുരുഷോത്തമൻ, 80 കഴിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ എന്നിവരെ ആദരിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ PV കൃഷ്ണകുമാർ അധ്യക്ഷനായി. AEO N സുജിത്ത് ആദരവും P അനസൂയ എൻഡോമെന്റ് വിതരണവും നടത്തി. ബാലതാരം ആൽവിൻ മുകുന്ദ് വിശിഷ്ടാതിഥിയായി. മാനേജർ റിട്ടയർഡ് പ്രൊഫസർ P രമണി, ജനു ആയിച്ചാങ്കണ്ടി, രവീന്ദ്രൻ കിഴുന്ന, PTA പ്രസിഡന്റ് KK മനോഹരൻ, പ്രധാന അധ്യാപിക KV ദീപ, K ഷൈജു, ധനേഷ് ചട്ട, BK മൃദുല എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. മലബാറിലെ ഗാലറി സൗകര്യമുള്ള കുഴിക്കളരി കണ്ണൂർ എടച്ചൊവ്വയിൽ സജ്ജമാകുന്നു. മുകുന്ദൻ ഗുരുക്കൾ സ്മാരക കളരി MGS സംഘത്തിന്റെ സംരംഭമായ MGS CKS കളരിയുടെ ശിലാസ്ഥാപന കർമ്മം ഏപ്രിൽ 4 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് എടച്ചൊവ്വ മയ്യാലപ്പീടികയ്ക്ക് സമീപം പുരാവസ്തു പുരാവകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കുമെന്ന് സംഘാടകർ പ്രസ് ക്ലബിൽ അറിയിച്ചു. കളരി കാണാനുള്ള ഗാലറി തയ്യാറാവുന്നത് വിനോദസഞ്ചാരികൾക്ക് മുതൽക്കൂട്ടാവും. കുളിക്കളരിയുടെ ശിലാസ്ഥാപന കർമ്മം 4-ാം തീയതി രാവിലെ 9 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കുന്നതാണ്. കണ്ണൂരിൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂരിൽ ഈ പ്രദേശത്തുനിന്ന് തന്നെ കളരി അഭ്യസിക്കാൻ വേണ്ടി കുഴിക്കളരി ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. എടച്ചൊവ്വ സ്ഥലത്താണ് ഇത് സ്ഥാപിക്കുന്നത്. ഈ കുഴിക്കളരിയുടെ ആശയം തന്നെ ഈ 2 കളരി സംഘത്തിന്, MGS കളരി സംഘത്തിനും അതുപോലെ തന്നെ CKS കളരി സംഘത്തിനും ഈ ആശയം മനസ്സുദിച്ചത് ഒരു വർഷം മുമ്പേ നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷൻ നോംടോ 600 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മെഗാ കളരി പോലീസ് മേധം നടത്തിയിരുന്നു, തട്ടകം എന്ന പേരിൽ. അപ്പോഴാണ് ഈ ആശയത്തെപ്പറ്റി ചർച്ച ചെയ്യുകയും അങ്ങനെ ദിനേശൻ ഗുരുക്കളും 2 കളരി സംഘങ്ങളും മധുകുമാറും അതുപോലെ ഹിരോഷ് മുൻ കൗൺസിലറാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ഒരു കുഴിക്കളരി സ്ഥാപിക്കണമെന്ന ആശയമായി വന്നത്.
ടൂറിസം വികസനത്തിനാണ് ഏറ്റവും കൂടുതൽ ഈ കുഴിക്കളരി കൊണ്ടുള്ള ഗുണമുണ്ടാകുന്നത്. ഏകദേശം 200ഓളം ആൾക്കാർക്ക് കളരിപ്പയറ്റ് പ്രദർശനം കാണുവാനുള്ള സൗകര്യമാണ് ഈ കുഴിക്കളരി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കണ്ണൂരിൽ വരുന്ന വിദേശത്തുനിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ വരുന്ന ട്രാവൽസ് ഇൻ ദ സെൻസ് കണ്ണൂരിൽ വന്ന് കണ്ണൂരിലെ ഡെസ്റ്റിനേഷൻസ് കാണാൻ വരുന്ന ആൾക്കാർക്ക് അവരെ ഐറ്റിനറിയിൽ ഇതുകൂടി ഉൾപ്പെടുത്തണമെന്ന ആശയത്തോടു കൂടിയാണ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ഈ വിഷയത്തെപ്പറ്റി ഇങ്ങനെ വളരെ ഗഹനമായി ചിന്തിക്കുകയും ചെയ്തത്. 200ഓളം പേർക്ക് കളരിപ്പയറ്റ് പ്രദർശനം ഇരുന്ന് കാണാൻ പറ്റുന്ന ഗാലറി സൗകര്യത്തോടെയാണ് കളരി തയ്യാറാക്കിയിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ പി ദിനേശൻ ഗുരുക്കൾ, നോംറ്റ പ്രസിഡന്റ് ടി രമേശ് കുമാർ, വൈസ് പ്രസിഡന്റ് ടി വി മധുകുമാർ, ഡോക്ടർ പി ഹനിമ, രാഗി രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇരിട്ടി മട്ടന്നൂർ സംസ്ഥാന പാത ഉളിയിൽ പാലത്തിന് സമീപം ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റു. കണ്ണൂരിൽ നിന്ന് മടിക്കേരിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും ഇരിട്ടി ഭാഗത്ത് നിന്ന് മട്ടന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം. ബുധനാഴ്ച രാവിലെ 7:15ഓടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ബസ് ഡ്രൈവറടക്കം ബസ്സിലെ 7 പേർക്ക് പരിക്കേറ്റു. ആലപ്പുഴയിൽ നിന്നുള്ള അതുൽ, ബിന്ദു, റീത്ത, അലൻ എന്നിവർക്കും അബ്ദുൾ റസാഖ്, നായാട്ട് പറക്കുന്നോത്ത് മനോഹരി, രാമകൃഷ്ണൻ, എടിയന്നൂരിലെ ഉസ്മാൻ, ശ്രീപ്രഭു, ദീപലത എന്നിവരെയാണ് കണ്ണൂർ ആസ്റ്റർ മിംസിൽ പ്രവേശിപ്പിച്ചത്. ബസ് ഡ്രൈവറെ ക്യാബിൻ പൊളിച്ചാണ് പുറത്തെടുത്തത്. ബസിന്റെയും ലോറിയുടെയും മുൻഭാഗം തകർന്നിട്ടുണ്ട്. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗത തടസ്സവും നേരിട്ടു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. 36 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹവിൽദാർ ചെക്കിക്കുളം റോഷ്നിയിൽ KP രാജീവിന് ചെക്കിക്കുളം സൗഹൃദ കുണ്ടലക്കണ്ടിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ടൗണിൽ നടന്ന സ്വീകരണത്തിൽ അനീഷ് ചുള്ളേരി അധ്യക്ഷത വഹിച്ചു. വീട്ടിൽ നടന്ന അനുമോദന സദസ്സ് രതീശൻ ചെക്കിക്കുളം ഉദ്ഘാടനം ചെയ്തു. 36 വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം ഇന്നലെ സർവീസിൽ നിന്നും പടിയിറങ്ങി ഇന്ന് ജന്മനാട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ശരിക്കു പറഞ്ഞാൽ രാജീവേട്ടൻ യൗവനവും കൗമാരവുമെല്ലാം രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച് ഇന്നിവിടെ എത്തിച്ചേരുമ്പോൾ നമുക്കും അഭിമാനിക്കാം. കാരണം നമ്മുടെ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യമായി രാജീവേട്ടൻ എന്നും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാജീവേട്ടനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ടൗണിൽ നിന്നും ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ചായിരുന്നു വീട്ടിലേക്കുള്ള യാത്ര. യാത്രയ്ക്ക് അനീഷ്, പി ദിനേശൻ, ശശികുമാർ, പി രാജേഷ്, പി ഷജിത്ത്, ശ്രീജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൂടും ചൂരും പറ്റി അതിനിടയിൽ വാലും ചുരുട്ടിയിരിക്കുന്ന ആളുകളാണ് സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നത്. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ സമൂഹത്തിന്റെ എന്താവശ്യത്തിലും വട്ടാളത്തിൽ ലീവിൽ വന്ന അവസരങ്ങളിൽ രാജീവേട്ടൻ ലീവിൽ വന്നാൻ തുടങ്ങിയതിന്റെ ദൈർഘ്യത്തിന് നമ്മുടെ ഓർമ്മയോളം നീളമുണ്ട്. ഒരുപാട് വർഷമായി, 36 വർഷത്തെ ഇന്ത്യൻ പട്ടാളത്തിന്റെ ജീവിതമാണ്. അപ്പൊ ആ ഇടവേളകളിലെല്ലാം തന്നെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലും ഇടപെടുകയും അതിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തു എന്നതാണ് രാജീവേട്ടനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകത. കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചെക്കിക്കുളം ഷാജി സ്വാഗതം പറഞ്ഞു. അനീഷ് ചുള്ളേരി, പ്രകാശൻ, രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. KP രാജീവൻ മറുപടി പ്രസംഗം നടത്തി. എന്റെ ലീവ് സമയത്ത് എണ്ണാൻ കഴിയുന്ന സേവനങ്ങൾ സാധാരണക്കാരെ കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെ അവരിൽ ഒരാളായി ജീവിക്കുക. ഒരു പട്ടാളക്കാരൻ നിലയിൽ വീട്ടിലിരുന്ന് ചടങ്ങ് കൂടി ജീവിക്കാൻ ഞാൻ പണ്ടും പഠിച്ചിട്ടില്ല, ഇനി അങ്ങോട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചടങ്ങിൽ വെച്ച് KP രാജീവൻ IRPCക്ക് സംഭാവന ചെയ്ത കട്ടിൽ CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും മയിൽ ഏരിയ സെക്രട്ടറിയുമായ N അനിൽകുമാർ ഏറ്റുവാങ്ങി. ഇങ്ങനെ 30 ലക്ഷം രൂപ നമുക്ക് 25-നും 30-നും പൈസ നമുക്ക് വേണം. ലക്ഷം രൂപ ഒരു മാസം. ഇന്നുവരെ പണമില്ലാത്തതുകൊണ്ട് ഈ സ്ഥാപനങ്ങളൊന്നും പൂട്ടിയിടേണ്ടി വന്നിട്ടില്ല. നമുക്ക് ഇതുപോലെ ഇന്നലെ ഇപ്പം ഒരു 40ന്റെ ഭാഗമായി ഇതിന്റെ അടുത്ത് തന്നെ ഒരാളുടെ അവരെ 40ഒക്കെ ചുരുക്കി കഴിച്ച് 50,000 രൂപ, 1 ലക്ഷം രൂപയാണ് IRPC നൽകിയത്. മിനിഞ്ഞാന്നൊരു കല്യാണം മയിൽ കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഗ്രാൻഡ് കല്യാണമായിരുന്നു. അദ്ദേഹം 25,000 രൂപ, 1/4 ലക്ഷം രൂപയാണ് IRPC നൽകിയത്. അപ്പോൾ വലിയ ആളുകൾ അങ്ങനെ കഴിയുന്നവരങ്ങനെ തരും. ഇപ്പോൾ നമ്മളിപ്പം ആളുകളോട് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒന്ന് ഓർമ്മിക്കാൻ, IRPCയെ ചേർത്ത് പിടിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവരുടെ സാധ്യതക്കനുസരിച്ച് നൽകുക എന്നുള്ളതാണ്.
ചടങ്ങിൽ പി ദിവാകരൻ, ടി രാജൻ, പി ഗംഗാധരൻ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണം ഗ്രാമിന് 8510, പവന് 68,080 രൂപ, വെള്ളി 111 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. മതവുമായി കൂട്ടിക്കെട്ടി വർഗീയത ഇളക്കിവിടുന്നു, പിന്നിൽ കോൺഗ്രസ് CPM പാർട്ടികളെന്ന് CK പത്മനാഭൻ. നിയമ ഭേദഗതിക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി BJP. കെ സുധാകരന്റെ ഓഫീസിലേക്ക് മാർച്ച്. ജില്ലാ ആശുപത്രിയിൽ നടക്കുന്നത് തീവെട്ടിക്കൊള്ളയെന്ന് T ജയകൃഷ്ണൻ. ഇത്തവണത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഇതിനുദാഹരണം. ജില്ലാ പഞ്ചായത്ത് നടത്തുന്നത് പകൽക്കൊള്ള, സർവ്വ പദ്ധതികളിലും ദുരൂഹതയെന്നും T ജയകൃഷ്ണൻ. മട്ടന്നൂർ ഉളിയിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം, നിരവധി പേർക്ക് പരിക്ക്. ഡ്രൈവർ ക്യാബിനിൽ കുടുങ്ങി. പരിക്കേറ്റവർ കണ്ണൂർ ആസ്റ്റമിൻസിൽ ചികിത്സയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.